പരിശുദ്ധ അമ്മ. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധൻ ഇപ്രകാരം പറയുന്നു: ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് മറിയത്തെ ദൈവത്തിന് ആവശ്യമാണ് എന്ന്. അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യാവതാരത്തിലും യേശുവിൻ്റെ ആദ്യ ആഗമനത്തിലും പരിശുദ്ധ ത്രിത്വം ഏത് മാർഗം സ്വീകരിച്ചുവോ അതേ രീതിയിൽ തന്നെ ഓരോ ദിവസവും കാഴ്ചയ്ക്കതീതമായ വിധത്തിൽ തിരുസഭയിൽ ഇപ്പോഴും പരിശുദ്ധ ത്രിത്വം പ്രവർത്തന നിരതരാണ്. കാലത്തിൻ്റെ അവസാനത്തിൽ യേശുക്രിസ്തു വീണ്ടും ആഗതനാകുന്നതുവരെ അവർ അത് തുടരുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധൻ പഠിപ്പിക്കുന്നു. പിതാവായ ദൈവം വെള്ളത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിന് കടൽ എന്ന് മലയാളത്തിൽ, ലാറ്റിനിൽ മാരെ എന്ന് പേരിട്ടു. അതുപോലെ തന്നെ അവിടുന്ന് തൻ്റെ കൃപാവരം മുഴുവനും സമാഹരിച്ച് അതിന് മറിയം എന്ന് മലയാളത്തിൽ, മരിയ എന്ന് ലാറ്റിനിൽ എന്ന് പേര് വിളിച്ചു. മാരെ, മരിയ. ഉന്നതനായ ദൈവത്തിന് തൻ്റെ എല്ലാ സൗന്ദര്യവും സമൃദ്ധിയും വിലയേറ്റവയും അപൂർവവുമായവയുമായ നിധികളൊക്കെയുമല്ല, തൻ്റെ പുത്രനെ പോലും സൂക്ഷിക്കുന്ന സമ്പന്നമായൊരു ഭണ്ഡാകാരമുണ്ട്. ആ അതിവിശാലമായ ഭണ്ഡാകാരം മറിയമല്ലാതെ മറ്റാരുമല്ല. തൻ്റെ ഐശ്വര്യ സമൃദ്ധിയിൽ നിന്നും സകലരെയും സമ്പന്നരാക്കുന്ന ദൈവീക ഭണ്ഡാകാരം എന്ന് വിശുദ്ധർ അവളെ സംബോധന ചെയ്തതിനുള്ള കാരണം ഇതത്രേ. പുത്രനായ ദൈവം തൻ്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും സമ്പാദിച്ച എല്ലാ സ്തുത്യർഹമായ പുണ്യങ്ങളും അനന്തമായ യോഗ്യതകളും തൻ്റെ മാതാവിനെ ഏൽപ്പിച്ചു. പിതാവിൽ നിന്ന് തനിക്ക് അവകാശമായി ലഭിച്ച സകലത്തിൻ്റെയും സംരക്ഷകയായി മറിയത്തെ നിയോഗിച്ചു എന്ന് വിശുദ്ധം പഠിപ്പിക്കുകയാണ്. മറിയം വഴിയാണ് അവിടുന്ന് ഭൗതിക ശരീരത്തിലെ മറ്റവയവങ്ങൾക്ക് തൻ്റെ യോഗ്യതകൾ ഉപയുക്തമാക്കുന്നതും തൻ്റെ പുണ്യങ്ങൾ പകരുന്നതും. അവൾ അവിടുത്തെ കൃപയുടെ സംഭരണിയാണ്, നിഗൂഢമായ നീർച്ചാലാണ്. അത് മനുഷ്യർക്ക് അനുയോജ്യമാംവിധം നിർമ്മിതമാകിയാൽ അതിലൂടെ തൻ്റെ കാരുണ്യവും സൗമ്യമായും സമൃദ്ധമായും ഒഴുകുക എളുപ്പമത്രേ. പരിശുദ്ധാത്മാവായ ദൈവം അനിർവചനീയമായ തൻ്റെ ദാനങ്ങൾ മണവാട്ടിയായ മറിയത്തിലേക്ക് പകർന്നുവെന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിക്കുന്നു. അവിടത്തേക്ക് സ്വന്തമായതെല്ലാം വിതരണം ചെയ്യുവാൻ അവളെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും വിശുദ്ധം പഠിപ്പിക്കുന്നു. അവൾക്കിഷ്ടമുള്ളപ്പോൾ ഇഷ്ടമായ വിധത്തിൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളിടത്തോളം വിതരണം ചെയ്യത്തക്ക വിധത്തിൽ തൻ്റെ ദാനങ്ങളും കൃപകളും അവിടുന്ന് അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധമായ കരങ്ങളിലൂടെ അല്ലാതെ സ്വർഗീയ ദാനങ്ങൾ മനുഷ്യർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നില്ല എന്നും വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിക്കുന്നു. അതായിരുന്നു ദൈവഹിതം. ഒരിക്കൽ വിനയം മൂലം ജീവിതകാലം മുഴുവനും ദരിദ്രയും വിനീതയും ഇല്ലായ്മയുടെ അഗാധങ്ങളിൽ മറിഞ്ഞിരുന്നവളുമായ മറിയം ഇപ്പോൾ അത്യുന്നതനാൽ സമ്പന്നയും പ്രശംസനീയയും ബഹുമാനിതയുമായി. ഇതുതന്നെയാണ് സഭയുടെ മറ്റ് സഭാപിതാക്കന്മാരുടെ അഭിപ്രായവും. കൃപാവരം പ്രകൃതിയെയും മഹത്വം കൃപാവരത്തെയും പരിപൂർണമാക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുനാഥൻ ഭൂമിയിൽ എന്ന പോലെ സ്വർഗത്തിലും മറിയത്തിൻ്റെ സുതൻ തന്നെയാണെന്ന് തീർച്ച. ഒരു നല്ല മകൻ ഉത്തമയായ മാതാവിനെ എന്ന പോലെ അവിടുന്ന് ഇപ്പോഴും അവളോടുള്ള വിധേയത്വവും അനുസരണവും നിലനിർത്തി പോരുന്നുവെന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിക്കുകയാണ്. എന്നാൽ ഈ അനുസരണം ക്രിസ്തുവിനെ ഒരിക്കലും അപൂർണനോ തരം താഴ്ന്നവനോ ആക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നെയായ പുത്രനോട് തുലനം ചെയ്യുമ്പോൾ മറിയം അനന്തമായ വിധത്തിൽ താഴ്ന്നവളാണ്. ഒരു സാധാരണ മാതാവ് തൻ്റെ മകനോടെന്നതുപോലെ കൽപ്പിക്കുകയല്ല അവൾ ചെയ്യുന്നത്. കൃപാവരത്താലും മഹത്വത്താലും വിശുദ്ധർ ദൈവത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചതുപോലെ മറിയം ദൈവത്തിലേക്ക് പൂർണ്ണമായി രൂപാന്തരം പ്രാപിച്ചു. അവൾ ദൈവത്തിൻ്റെ അനന്തവും അചഞ്ചലവുമായ ഹിതത്തിനെതിരായി ഒന്നും ആഗ്രഹിക്കുകയോ അഭ്യർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല എന്ന് വിശുദ്ധൻ പഠിപ്പിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം മറിയത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു.
വിശുദ്ധ ബെർണാദ്, വിശുദ്ധ ബെർണഡിൻ, വിശുദ്ധ ബൊണവെഞ്ചർ ആദിയായ വിശുദ്ധരുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയാണ് കാണുക. ദൈവം മറിയത്തിന് നൽകുവാൻ തിരുച്ചിത്തമായ അധികാരം ഏറ്റവും ഉന്നതമായതിനാൽ മറിയത്തിനുള്ള ശക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ വലുതാണ് എന്ന് വിശുദ്ധർ പഠിപ്പിക്കുന്നു. അവിടുന്ന് തൻ്റെ പ്രിയ മാതാവിൻ്റെ യാചനകൾ ഒരിക്കലും തിരസ്കരിക്കുകയില്ല. പ്രത്യുത ഒരു കൽപ്പന എന്ന പോലെ സ്വീകരിക്കും. കാരണം അതെപ്പോഴും വിനീതമാണ്, ദൈവഹിതത്തിന് അനുരൂപവുമാണ്. ദൈവത്തെ ധിക്കരിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്ത ഇസ്രായേൽ ജനതയുടെ മേൽ പതിച്ച ദൈവകോപം പിൻവലിക്കുവാൻ മോശ പ്രാർത്ഥിച്ചു. തൻ്റെ എളിയ ദാസൻ്റെ പ്രാർത്ഥന അത്യുന്നതനും അനന്തകാരുണ്യവാനുമായ ദൈവത്തിന് നിരാകരിക്കാനാവാത്ത വിധം ശക്തമെങ്കിൽ, വിനീതയും ദൈവത്തിന് ഏറ്റവും അനുയോജ്യവുമായ മറിയത്തിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും സകല പ്രാർത്ഥനകളെയും മാധ്യസ്ഥതകളെയും അതിശയിക്കുന്ന അവളുടെ യാചന എങ്ങനെ ദൈവത്തിന് നിരാകരിക്കാനാവും എന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയം നമ്മളെ ഓരോരുത്തരെയും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങിത്തരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ.